എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ബജാജിൻ്റെ പൾസർ സീരീസാണ്. പൾസർ സീരീസിൽ നമ്മുടെ ക്ലാസിക് ആയിട്ടുള്ള 150 മോട്ടോർ സൈക്കിളാണ്. 150ൽ നമുക്കിപ്പോൾ സ്പ്ലിറ്റ് സീറ്റും അതുപോലെ തന്നെ നോർമൽ സീറ്റും അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഡീറ്റെയിൽസ് തരാൻ ശ്രമിക്കുന്നത് സ്പ്ലിറ്റ് സീറ്റിൻ്റെ അല്ല, നോർമൽ സീറ്റിൻ്റെ ലോങ് സീറ്റിൻ്റെ മോഡലാണ്. അതിൽ തന്നെ ഏറ്റവും ഹൈ എൻഡ് മോഡലാണ്. ഫുൾ ഡിജിറ്റൽ മീറ്റർ വരുന്ന സിംഗിൾ ചാനൽ ABS വരുന്ന മോഡലിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും എന്തായാലും മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. ഞാൻ ഡെയിലി പുതിയതായിട്ട് ഇറങ്ങുന്ന മോട്ടോർ സൈക്കിൾസിൻ്റെയും സ്കൂട്ടേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ഇതുപോലെ ഇഷ്ടപ്പെട്ട മോട്ടോർ സൈക്കിൾസിൻ്റെയും സ്കൂട്ടേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് എല്ലാം ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ഇതിൻ്റെ അപ്പിയറൻസ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇത് ക്ലാസിക് 2007 തൊട്ട് നമ്മുടെ ഇടയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബജാജ് പൾസർ 150 തന്നെയാണ്. പക്ഷേ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ മിറർ, വൈസർ, ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ എല്ലാം തന്നെ സെയിം ടു സെയിം തന്നെയാണ്. ആ പഴയ മോഡലിന് സെയിം ടു സെയിം തന്നെയാണ്. കാരണം അത് ഒരിക്കലും ഒരു മാറ്റില്ല. കാരണം അത് മാറ്റിയ പൾസർ 150 എന്നുള്ള ആ ഒരു ബ്രാൻഡ്, നിവിൻ പോളി നമ്മുടെ സിനിമയിൽ പറഞ്ഞ പോലെ തന്നെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണെന്ന് പറയില്ല, അതുപോലെ ഒറ്റയ്ക്ക് പോരാടി ഇത്രയും വർഷങ്ങളായിട്ട് പിടിച്ചു നിൽക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ അതിൻ്റെ ഹെഡ്ലൈറ്റ്, അപ്പിയറൻസ്, ബോഡി ഗ്രാഫിക്സിൽ കുറച്ച് മാറ്റങ്ങൾ വരും. പക്ഷേ ബാക്കി അപ്പിയറൻസ് എപ്പോഴും ഒരു സെയിം ടു സെയിം ആയിട്ട് കീപ്പ് ചെയ്യും. ഫ്രണ്ട് സൈഡിലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഫ്ലെക്സിബിൾ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സും ഹെഡ്ലൈറ്റും യെല്ലോ കളർ ഹാലജൻ ബൾബിലാണ് ഇപ്പോഴും നമുക്ക് വണ്ടിയിൽ ലഭിക്കുന്നത്. പിന്നെ അത് കൂടാതെ വൈസറിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് നമ്മുടെ വണ്ടിയുടെ കളർ ഏതാണോ അതിൻ്റെ ഒരു അഡീഷണൽ ബോഡി ഗ്രാഫിക്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫ്രണ്ട് നമ്മുടെ സേഫ്റ്റിക്കും കംഫർട്ടിനുമായിട്ട് 37mm ട്രാവൽ ഡിസ്റ്റൻസ് ഉള്ള ടെലസ്കോപ്പിക് ഫ്രണ്ട് സസ്പെൻഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല എന്താ പറയുക, 37 എന്ന് പറയുമ്പോൾ നല്ല അത്യാവശ്യം ലോങ് ട്രാവലാണ്, അത്യാവശ്യം ഫ്രണ്ട് അടിക്കുന്നത്. പൾസർ 150 ഡ്യുവൽ ഡിസ്ക് ആയിക്കോട്ടെ, സിംഗിൾ ഡിസ്ക് ആയിക്കോട്ടെ, എല്ലാ മോഡലും ഫ്രണ്ട് ഗ്ലോസി ബ്ലാക്ക് കളറിലുള്ള മഡ് ഗാർഡാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ നമ്മുടെ ഷോക്കപ്പിന്, അതായത് ഫ്രണ്ട് സസ്പെൻഷൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരു റിഫ്ലക്റ്റേഴ്സും അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് 240mm ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ്. ഡ്യുവൽ പിസ്റ്റൺ യൂസ് ചെയ്തിട്ടുള്ള കാലിപ്പറാണ് വരുന്നത്. അതുകൂടാതെ ഫ്രണ്ട് സൈഡിൽ, അതായത് സിംഗിൾ ചാനൽ ABSും നമുക്ക് വണ്ടിയിൽ അവൈലബിൾ ആണ്. ടയർ സൈസ് കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഫ്രണ്ട് ടയർ സൈസ് വരുന്നത് 80, 100, 17 ഇഞ്ചിൻ്റെ ട്യൂബ്ലെസ് ടയറാണ് നമുക്ക് ലഭിക്കുന്നത്. അലോയ് വീൽസ് മാറ്റ് ഗ്രേ കളറാണ്. അതുകൂടാതെ ബോഡി കളർ ഗ്രാഫിക്സും അലോയ് വീൽസിൽ കൊടുത്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ ടോട്ടൽ ഗ്രൗണ്ട് ക്ലിയറൻസ് 165 mm ആണ്. ആകെ വീൽ ബേസ് 1320 mm ആണ്. ടോട്ടൽ വെയിറ്റ് 148 കിലോഗ്രാം മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഫ്യൂൽ ടാങ്കാണ്. 15 ലിറ്ററാണ് വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്കിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി. ഇത്ര മാസീവായിട്ടുള്ള ഫ്യൂൽ ടാങ്ക് അന്നത്തെ കാലത്ത് ഈ വണ്ടിയിൽ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ബോഡി ഗ്രാഫിക്സ് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. പൾസറിൻ്റെ 3D ലോഗോ ഇപ്പോൾ വരുന്ന സിൽവർ കളറിലാണ്. ഇതുപോലെ ടാങ്കിൻ്റെ താഴത്തെ പോർഷനിലും ടാങ്ക് കവറിലും ബോഡി ഗ്രാഫിക്സ് ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ ഗ്രാഫിക്സിന് കണ്ടിന്യൂസ് ആയിട്ട് സൈഡ് കവറും അതുപോലെ തന്നെ ടെയിൽ പീസിലും ഓൾറെഡി സെയിം ടു സെയിം ബോഡി ഗ്രാഫിക്സും 150യുടെ ബാഡ്ജിങ്ങും വരുന്നുണ്ട്. ഇനി മറ്റൊരു എടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ സ്വിച്ച് ക്യൂബാണ്. N160, NS160 സീരീസിൽ വരുന്ന പോലത്തെ സ്വിച്ച് ക്യൂബ്സ് ആണ് നമുക്കിപ്പോൾ പൾസർ 150 ഫുൾ ഓപ്ഷൻ മോഡലിൽ നമുക്ക് ലഭിക്കുന്നത്. ഡിം ബ്രൈറ്റ് പാസ് ബട്ടൺ ഒരുമിച്ച് വരും. പിന്നെ ഈ M എന്ന് പറഞ്ഞ സ്വിച്ച് വരുന്നത് നമുക്ക് ഡിജിറ്റൽ മീറ്റർ ടോഗിൾ ചെയ്യാനായിട്ടുള്ളതാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട്. ഇൻഡിക്കേറ്ററും ഹോണ്ട ബട്ടണും ഇടത്തെ സൈഡിൽ വരും. വലത്തെ സൈഡിൽ ബട്ടണും സെൽഫ് സ്റ്റാർട്ടിൻ്റെ ബട്ടണുമാണ് വലത്തെ സൈഡിൽ സ്വിച്ച് ക്യൂബിൽ വരുന്നത്. ഇനി നമുക്ക് ഏറ്റവും അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കീ ആണ്. അത് സെയിം ടു സെയിം ക്ലാസിക് ആയിട്ടുള്ള പൾസറിൻ്റെ കീ ആണ് നമുക്ക് ഇപ്പോഴും ലഭിക്കുന്നത്. പിന്നെ ഡിസ്കവറിലും ഈ സെയിം ടു സെയിം കീ വന്നിരുന്നു കേട്ടോ. ഇതാണ് വാഹനത്തിൻ്റെ ഫുൾ ഡിജിറ്റൽ മീറ്റർ വരുന്നത്. ഫുള്ളി ഡിജിറ്റൽ റിവേഴ്സ് മോണോക്രോം LCD ഡിസ്പ്ലേ ആണ് നമുക്ക് വണ്ടിയിൽ ലഭിക്കുന്നത്. സ്പീഡോമീറ്റർ, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, കോൾ ആക്സെപ്റ്റ്, കോൾ റിജക്റ്റ് ഫംഗ്ഷൻ, അതുകൂടാതെ മിസ്ഡ് കോൾ, മെസ്സേജ് അലേർട്ട് എല്ലാം തന്നെ നമുക്ക് ഡിജിറ്റൽ മീറ്റർ ലഭിക്കുന്നുണ്ട്. പിന്നെ നോർമലായിട്ട് ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ്, സൈഡിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല, ലെഫ്റ്റ് സൈഡിൽ ഈ ബട്ടൺ, ഈ മോഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ മാറുന്നത്. ജസ്റ്റ് പ്രസ് ചെയ്ത് കണ്ടോ, ഇപ്പോൾ മാറി. IFE എന്ന് പറയുന്ന ഇൻസ്റ്റൻറ്റ് ഫ്യൂൽ എക്കോണമിയാണ്. DT എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ടു MT ആണ്. അതുകൂടാതെ ട്രിപ്പ് 1ലെയും ട്രിപ്പ് 2ലെയും ആവറേജ് ഫ്യൂൽ എക്കോണമി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വാർണിംഗ് എന്തെങ്കിലും കാണിക്കുന്നുണ്ട്, അതിൽ എൻ്റർ ചെയ്യാം. സെറ്റിംഗ്സിൽ എൻ്റർ ചെയ്തെല്ലാം ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബ്ലൂടൂത്ത് സപ്പോർട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇപ്പോൾ നമുക്ക് നമ്മുടെ ബജാജ് പൾസറിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് മെയിൻ പാർട്ടിലേക്ക് വരാം. വാഹനത്തിൻ്റെ എഞ്ചിനാണല്ലോ. എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ 149cc സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് ഡ്യുവൽ വാൽവ് ട്വിൻ സ്പാർക്ക് BS6 DTSI ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജിയാണ് നമ്മുടെ വാഹനത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 149cc ആണ് ടോട്ടൽ കപ്പാസിറ്റി. 14 bhp പവർ ലഭിക്കുന്നുണ്ട്. 13.25 ന്യൂട്ടൺ മീറ്റർ ടോർക്കും വണ്ടിയിൽ ലഭിക്കുന്നുണ്ട്. ടോപ്പ് സ്പീഡ് കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങൾക്ക് പറയുന്നില്ല, പലരും പല അഭിപ്രായമാണ് പറയുന്നത്. 90, 95, 100 കയറ്റിയ ആൾക്കാരുണ്ട്. അതിന് മേളിലോട് ചെന്നും എനിക്ക് ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്. പിന്നെ അണ്ടർബില്ലി അല്ലെങ്കിൽ ഒരു എൻജിൻ ഗാർഡ് ഓൾറെഡി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ബ്രേക്ക് ലിവർ പഴയത് തന്നെയാണ്, സെയിം ടു സെയിം. പണ്ടത്തെ വണ്ടിയോട് ഇപ്പോൾ ഈ സെയിം ടു സെയിം ബ്രേക്ക് ലിവറാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്.
ഓക്സിജൻ സെൻസർ വണ്ടി ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു ഓക്സിജൻ സെൻസർ ഇതാ ഈ കാണുന്നതാണ് വാഹനത്തിൻ്റെ ഓക്സിജൻ സെൻസർ വരുന്നത്, കണ്ടില്ലേ. ഇനി മറ്റൊരു കാര്യം കൂടി കാണിച്ചു തരാം. ഇതാണ് ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ, ഈ സിലിണ്ടർ യൂണിറ്റിന് തൊട്ടിപ്പുറത്തായിട്ടാണെന്നാണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ യൂണിറ്റ് വന്നത്. നോർമലി ഇവിടെ കാർബറേറ്റർ ആയിരുന്നു, ഇപ്പോൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല പെർഫോമൻസ് കിട്ടും, മൈലേജ് നല്ലപോലെ കിട്ടും. വാഹനത്തിന് 5 സ്പീഡ് ഗിയർ ആണ്, 1 ഡൗണും 4 അപ്പും ആയിട്ടുള്ള സിസ്റ്റമാണ് ഇപ്പോഴും സെയിം ടു സെയിം പഴയ തന്നെയാണ് നമുക്കിപ്പോഴും ഗിയർ സിസ്റ്റം ലഭിക്കുന്നത്. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ അവൈലബിൾ ആണ്, അതിൻ്റെ സെൻസറും അവൈലബിൾ ആണ്, മെയിൻ സ്റ്റാൻഡ് അവൈലബിൾ ആണ്. പിന്നെ വാഹനത്തിൻ്റെ ചെയിൻ കവർ ഫുൾ ക്ലോസ്ഡ് ചെയിൻ കവറാണ്, മെറ്റൽ ഉള്ള ചെയിൻ കവറാണ് നമുക്ക് ലഭിക്കുന്നത്. സാരി ഗാർഡ് ഇൻബിൽറ്റ് ആയിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ടയർ ഹഗ്ഗർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ റിയർ സസ്പെൻഷനാണ്. എൻഡ്യൂറൻസ് ബ്രാൻഡിൻ്റെ നൈട്രോക്സ് ഗ്യാസ് ഫീൽഡ് സസ്പെൻഷനാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ സോഫ്റ്റ്നെസ് നമുക്കൊരു 4 അല്ലെങ്കിൽ 5 പോയിൻറ്റോളം ആവശ്യം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊരു എടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ റിയർ സൈഡിലേക്ക് പോകുമ്പോഴുള്ള കാര്യമാണ്. ഈ റിയർ സൈഡിലെ സീറ്റ് കൗള്, ഗ്രാബ് ഹാൻഡിൽ, റിയർ ടെയിൽ ലൈറ്റ് എല്ലാം തന്നെ സെയിം ടു സെയിം 2006 2007 കാലം തൊട്ട് ഇപ്പോഴും വരുന്ന സെയിം ടു സെയിം ആണ്. കാരണം അവർക്കത് മാറ്റാൻ കഴിയില്ല, കാരണം അത് ആ പൾസറിൻ്റെ ഒരു ബ്രാൻഡാണ്, ഒരു ബാഡ്ജിങ് ആണ്. അതെന്തായാലും സെയിം ടു സെയിം ആയിരിക്കും. പക്ഷേ ഒരുപാട് ആളുകൾ അത് ഇഷ്ടപ്പെടുന്നുണ്ട്, ഇപ്പോഴും പുതിയ പൾസർ എടുക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. റിയർ സൈഡ് LED ലൈറ്റ്സും ഫ്ലെക്സിബിൾ ഇൻഡിക്കേറ്റേഴ്സും സെയിം ടു സെയിം തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. റിയർ സൈഡ് RLV പ്ലേറ്റ് അവൈലബിൾ ആണ്. ഇത് ABSൻ്റെ റിംഗ് അല്ല, RLV പ്ലേറ്റ് ആണ്. നമുക്കൊരു കോമ്പി ബ്രേക്ക് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് സെൻസർ യൂണിറ്റ് കണക്ട് ചെയ്യുന്നത്, സെൻസർ യൂണിറ്റ് മെഷർ ചെയ്യാനുള്ള RLV പ്ലേറ്റ് ആണ്. അത് ബ്രേക്കിംഗ് കുറേ കൂടി എഫക്റ്റീവായിട്ട് നമുക്കത് കിട്ടും. അതത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. റിയർ സൈഡ് ടയർ 100 90 17 ട്യൂബ്ലെസ് ടയർസ് ലഭിക്കുന്നുണ്ട്. റിയർ സൈഡ് അലോയ് വീൽസ് വരുന്നുണ്ട്. സൈലൻസർ സെയിം ടു സെയിം ആണ്, പക്ഷേ അതിൻ്റെ സൈലൻസറിൻ്റെ ടോപ്പിലെ പ്ലേറ്റ് ആദ്യമൊക്കെ ക്രോമാണ് വന്നിരുന്നത്, ഇപ്പോൾ മാറ്റ് ബ്ലാക്ക് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് വാഹനത്തിൻ്റെ എഞ്ചിനൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ സൗണ്ട് കൂടെ ഒന്ന് കേൾപ്പിച്ച് തരാം. ഓക്കെ, എനിക്ക് സൗണ്ട് കേട്ടതിൽ വെച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ്, ഞാൻ 2011 തൊട്ട് പൾസർ യൂസ് ചെയ്തിരുന്ന ആളാണ്. പിന്നെ 2014-15 വണ്ടി കൊടുത്തു. അപ്പോൾ ആ ഒരു സിലിണ്ടർ യൂണിറ്റ്, എഞ്ചിൻ ക്രാങ്കിൻ്റെ എല്ലാം സൗണ്ട് സെയിം ആണ്. പക്ഷേ സൈലൻസറിലേക്ക് വരുമ്പോൾ സൈലൻസറിൻ്റെ സൗണ്ട് മാറിയിട്ടുണ്ട്. സൈലൻസറിൽ നിന്ന് ഔട്ട് വരുന്ന സൗണ്ട് കുറച്ച് വ്യത്യാസമുണ്ട്. കുറച്ചുകൂടി ആ മുഴക്കൊക്കെ കുറഞ്ഞ് കുറച്ച് ക്ലീൻ ആയിട്ടുള്ളൊരു സ്റ്റേബിൾ ആയിട്ടുള്ള സൗണ്ട്, ഒരു എന്താ പറയുക, ഒരു ഫോമലായിട്ടുള്ളൊരു നീറ്റായിട്ടുള്ള സൗണ്ടാണ് എനിക്ക് ഫീൽ ചെയ്യാൻ കഴിഞ്ഞത്. ബാക്കി സിലിണ്ടർ യൂണിറ്റ് എൻജിൻ സൈഡിൽ നിന്ന് വരുന്ന സൗണ്ട് സെയിം ടു സെയിം ആണ്. ബജാജ് പൾസർ 150 സിംഗിൾ ഡിസ്ക് ലോങ് സീറ്റ് മോഡലിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് നമ്മുടെ നോർത്ത് പറവൂർ പെരുവാരം ജംഗ്ഷനുള്ള JKB ബജാജ് ഷോറൂമാണ്. ഒരു ബജാജിൻ്റെ ഓതറൈസ്ഡ് ഷോറൂമാണ്. നിങ്ങൾക്ക് സെയിൽസ്, സർവീസ്, സ്പെയർ പാർട്സ് എല്ലാം തന്നെ ഇവിടെ ലഭിക്കുന്നതാണ്. അതുകൂടാതെ ഏകദേശം 8ഓളം ബാങ്കിൻ്റെ ഫിനാൻസ് സപ്പോർട്ടുണ്ട്. എക്സ്ചേഞ്ച് ഫെസിലിറ്റി അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏത് വണ്ടി, ബജാജിൻ്റെ ഏത് വണ്ടി എടുക്കണം, ഇപ്പോൾ പെട്രോൾ വണ്ടി ആയിക്കോട്ടെ, പിന്നെ ഫ്രീഡം, നമ്മുടെ CNG പെട്രോൾ മിക്സ് ആയിട്ട് ഓടുന്ന ഫ്രീഡം എന്നുള്ള മോട്ടോർ സൈക്കിളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടികൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഷോറൂമിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും JKB ബജാജിൽ കോൺടാക്ട് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ബജാജിൻ്റെ വണ്ടികൾ എടുക്കാനായിട്ടുള്ളൊരു തീരുമാനം എടുക്കുക. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.